ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കാവിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അമ്പലത്തിലാണോ പോയത്? കാവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമാണ് തെയ്യം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലേൻ്റെ വടക്കൻ ഭാഗങ്ങളിലും തീയർ, നായർ, നമ്പ്യാർ, വാണിയർ, മണിയാണി അങ്ങനെ കുറച്ച് ജാതിക്കാരുടെ ക്ഷേത്രങ്ങളിലും അതുപോലെ തറവാടുകളിലും നടക്കുന്ന ഒരു ഉത്സവത്തിനെയാണ് ശരിക്കും നമ്മൾ തെയ്യം എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് അത് തെയ്യം എന്ന് പറയും, ചില സ്ഥലത്ത് അതിന് തിറ എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യം എന്നാണ് അതിന് പറയുന്നത്. തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും പറയപ്പെടുന്നുണ്ട്. ഉത്സവത്തിന് വന്ന പ്രസാദ സദ്യ ഇല്ലാണ്ട് എന്താഘോഷം? ചോറ്, സാമ്പാർ, പച്ചടി, കൂട്ടുകറി, വറവ്, പുളിയിഞ്ചി, പായസം പ്രഥമനാണ് ഇന്ന്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മളെല്ലാവരും ഭക്ഷണം. അമ്പലത്തിലെല്ലാം പോയിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക ഫീലാട്ടോ. അങ്ങനെ ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല, എരിവുണ്ടാവില്ല, പക്ഷെ എന്നാലും അത് കഴിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. പിന്നെ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. കണ്ണൻ അത് കണ്ടപ്പം ആളെ രൂപമൊക്കെ മാറി. കുറച്ചു നേരം പരിപാടിയൊക്കെ നിന്ന് കണ്ട് കുഞ്ഞു മക്കളെല്ലാം തകൃതിയായിട്ടുള്ള ഡാൻസിലായിരുന്നു. എത്ര ചെറിയ മക്കളാണെന്നറിയാം ഡാൻസ് കളിക്കുന്നത്. കാണാൻ തന്നെ എന്തൊരു അരങ്ങാ. പണ്ട് സ്കൂളിലെല്ലാം ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന സമയത്ത് ടീച്ചർമാർ വന്നിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ഡയലോഗല്ലേ, ഇത് പൂരപ്പറമ്പ് അതോ ക്ലാസ് ആണെന്ന്. അപ്പോൾ ഈ ഒരു പൂരപ്പറമ്പ് കണ്ടേരം എനിക്ക് മനസ്സിലായത് ഇത്രയും അലമ്പായിരുന്നു നമ്മുടെ ക്ലാസ്സിൽ. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണത്തിനുള്ള തിരക്കെല്ലാം ആളുകൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെല്ലനെ നേരത്തെ കഴിച്ചുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. പിന്നെ ചെയ്യുന്ന ഒരു പരിപാടിയായി ഈ വിഷുവിനൊക്കെ കിട്ടുന്ന കൈനീട്ടൊക്കെ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? തെയ്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ചന്ത ഉണ്ടാവുമല്ലോ, പല സാധനങ്ങളായിരിക്കും അന്നത്തെ ലിസ്റ്റ്. അതൊക്കെ വാങ്ങി കൂട്ടാൻ വേണ്ടി. എന്നാലോ ഉത്സവത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഭണ്ഡാരത്തിൻ്റെ ഒന്നും അഡ്രസ്സേ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമായി, ഈ തെയ്യത്തിൻ്റെയൊക്കെ രൂപത്തിന് പല കളേഴ്സും പൂക്കളും കാര്യങ്ങളും 2 ദിവസത്തേക്ക് മാത്രമായിട്ടല്ലേ അവർ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. എത്ര ക്ഷമ കൊണ്ടായിരിക്കും അത് അവർ ഇരുന്ന് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് തലേന്ന് 2 പുക പോകുന്ന പോലെ ഫീൽ ചെയ്യില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കാവിലോട്ട് തന്നെ കയറി. അപ്പോൾ അവിടെ ഗുളികൻ്റെ വെള്ളാട്ടവും കാര്യങ്ങളൊക്കെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നുണ്ടായി. അപ്പോൾ നമ്മളാരും എഴുന്നേക്കാത്തത് കണ്ടപ്പോൾ നോക്കി നിന്നൊരു പേടിപ്പിച്ചതാ. ഞാൻ വേഗം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. തെയ്യങ്ങളുടെ മുഖെഴുത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. എന്താണെന്നറിയില്ല, ഞാൻ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളൊരു കാര്യം തെയ്യങ്ങളുടെ രൂപം വരയ്ക്കലാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണോ അതോ അതിൻ്റെ രൂപമാണോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാര്യം. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കി. അപ്പം നോക്കുമ്പം ഒരു അടിപൊളി ഡാൻസ്. പിള്ളേരുടെ എനർജി ഒന്നും പറയാനില്ല. റബ്ബർ ബാൻഡ് എങ്ങാനും പോലെ അവരുടെ കളി. സൂപ്പറായിരുന്നു ഡാൻസ്. തുടക്കം മുതൽ അവസാനം വരെ ഒരേ എനർജിയിലായിരുന്നു ആ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചേട്ടനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ഒരു ലൈക്ക് കൂടെ തരണേ. അങ്ങനെ ഉത്സവവും പരിപാടിയും ഒക്കെ കണ്ട് നമ്മൾ മെല്ലനെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. വീണ്ടും കാണാം. ബൈ ബൈ.